സാം അലക്സ് കള്ളന്മാരുടെ കേന്ദ്രത്തിലേക്കാണ് പോയതെന്നും അവൻ ഇനിയും മോഷ്ടിക്കുമെന്നും മനസ്സിലാക്കിയ പോലീസ് അവനെ തിരഞ്ഞ് കാട്ടിൽ പോയി. വളരെ സാഹസികമായി സാമിനെ പിടികൂടി അവന് 10 വർഷത്തെ ജയിൽ ജീവിതം വിധിച്ചു. അങ്ങനെ 10 വർഷത്തോളം അവൻ ജയിലിൽ കഴിഞ്ഞു. അങ്ങനെ അവൻ ജയിലിൽ നിന്നും ഇറങ്ങി. അവൻ മോഷണം നിർത്തി എന്ന് നാട്ടുകാർ കരുതി. പക്ഷെ പെരും കള്ളനായ സാം അന്ന് തന്നെ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. അവിടെ കമ്പിളിപുതപ്പുകൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന് ഇത് മോഷ്ടിക്കാമെന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്നും അവൻ കരുതി. അവൻ അത് കെട്ടി പുറത്തു വെക്കുന്നതിനിടയിൽ വൃദ്ധനായ മനുഷ്യൻ അവിടേക്ക് കടന്നുവന്നു. ബൻ കണ്ട സാം അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു. പക്ഷേ വൃദ്ധനിയ മനുഷ്യൻ അവനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. നീ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടല്ലേ? നിനക്ക് പാൽ വേണോ? ക്ഷീണിതനാവ സാം അതെ എന്ന് പറഞ്ഞു. വൃദ്ധൻ സാമിന് പാൽ കൊടുത്തു. പുതപ്പുകൾ മുഴുവനും നീ എടുത്തോ, ഞാൻ അതുകൊണ്ടു പോകാൻ സഹായിച്ചു തരാം എന്ന് വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു. സാം അമ്പരന്നു. ഇയാൾ വല്ല CID ആണോ എന്ന് അവൻ വിചാരിച്ചു. പിന്നീട് വൃദ്ധനും ഒരു കള്ളനാകാമെന്ന് സാം തെറ്റിദ്ധരിച്ചു. വൃദ്ധൻ കമ്പിളി കൊണ്ടുപോകാൻ സാമിനെ സഹായിച്ചു. അങ്ങനെ നേരം പുലരും മുമ്പേ കമ്പിളിയുമായി അവൻ കുന്നിൽ മുകളിലെത്തി. എന്നെ സഹായിച്ച നിങ്ങൾ ശരിക്കും ആരാണ് എന്ന് സാം ചോദിച്ചു. ഞാൻ വീടിന്റെ ഉടമസ്ഥനാണ്. എന്റെ വീട്ടിൽ നിന്നാണ് നിനക്ക് കമ്പിളി തന്നത്. നിന്നെ സർവ്വശക്തനായ സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ എന്നും എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള നേരമായി എന്നും പറഞ്ഞ് അയാൾ പെട്ടെന്ന് അയാളുടെ വീട്ടിലേക്ക് മടങ്ങി.